നമസ്കാരം സുഹൃത്തുക്കളെ, കാറ്റഗറി നമ്പർ 30/2021 PSCയുടെ എക്സാം നടന്നതിൽ ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 29/2021 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഭരണഘടനയിൽ നിന്ന് ചോദിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ കാറ്റഗറി 30ലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് ഓർഡർ ആയിട്ട് നമുക്ക് വേഗം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ ഒന്ന് കമന്റ് കൂടി ചെയ്യണം. ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സെർച്ച് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ടെലഗ്രാമിലാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് കാണാൻ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്നാലേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് കിട്ടുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ ഓർഡർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ വന്നത് ഏതാണ്? മൗലിക അവകാശത്തെ കുറിച്ചിട്ടാണ് അല്ലെ. ഇവിടെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പൗരന്മാരുടെ ഓർഡറിലായിട്ട് ഫുൾ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേല് ആവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റിനാണ്. അപ്പൊ ഇവിടെ ചോദ്യം വന്നത് ഫുൾ ഏതാണ്? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ എന്താണ് മൗലിക അവകാശങ്ങൾ? നമ്മൾ ഒരു PSC ഉദ്യോഗാർത്ഥിയെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം മൗലിക അവകാശത്തെ കുറിച്ചിട്ട്? എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് അല്ലെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും എന്താണ്, ജനാധിപത്യമായ രീതിയിലായിരിക്കും അല്ലെ. ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമമായിരിക്കും എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ, ഇപ്പൊ മൗലിക അവകാശം പറയുമ്പോൾ എല്ലാ മൗലിക അവകാശമാണോ? അല്ല അല്ലെ. ചില കാര്യങ്ങൾ മാത്രമാണ് മൗലിക അവകാശം. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പൊ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. പഠിച്ചു വെക്കണം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്, അതായത് 1950 ജനുവരി മാസം 26-ാം തീയതി എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇന്ന് എത്രയായി? 6 മൗലിക അവകാശങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും ഉള്ളത്. അതായത് നമ്മുടെ ഒരു പൗരന്റെ ഒരു അടിസ്ഥാനപരമായ അവകാശമാണ് ഇത് മൗലിക അവകാശം അല്ലെ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, കേൾക്കുക. ഒരു പൗരന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ് ഇത് മൗലിക അവകാശം അല്ലെ. ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്തതാണ് അവകാശങ്ങളാണ് ഇത് മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഈ 6 മൗലിക അവകാശങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വ്യക്തിക്കും നിഷേധിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ മൗലിക അവകാശങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രത്യേകമായിട്ട് തന്നെ, ഒരു പ്രത്യേക തരത്തിൽ തന്നെ സംരക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഈ മൗലിക അവകാശം എന്ന് പറയുന്നതിനെ. ഗവൺമെന്റ് പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ മൗലിക അവകാശത്തെ ലംഘിക്കാൻ പാടില്ല. ഗവൺമെന്റും എന്ത് ചെയ്യണം? ഈ മൗലിക അവകാശങ്ങളെ അനുസരിച്ച് പോകേണ്ടതാണ്. ഒരു വ്യക്തിക്കും ലംഘനം ഏർപ്പെടുത്താൻ പാടില്ല. ആരാ? ഗവൺമെന്റ് പോലും. ഇനി ബൈ ചാൻസ് മൗലിക അവകാശങ്ങൾ നമുക്കിപ്പോൾ ലംഘിക്കപ്പെട്ടാൽ, ഇപ്പൊ എനിക്ക് ഒരു മൗലിക അവകാശം ലംഘിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഏറ്റവും ഉന്നതമായ കോടതിയിൽ, അതായത് സുപ്രീം കോടതി വരെ പോകാനും നീതി തേടിയെടുക്കാനും എനിക്ക് സാധിക്കും. ആരെങ്കിലും എനിക്കെതിരെ ഒരു മൗലികാവകാശം ലംഘിച്ചാൽ, ഓക്കെ മനസ്സിലായി, എനിക്കൊന്ന് ലംഘിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ എൻ്റെ ഒരു മൗലികാവകാശത്തെ ലംഘിക്കുകയാണെങ്കിൽ
എനിക്ക് ഏറ്റവും ഉന്നതമായ കോടതിയിൽ പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, നീതി തേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3-ലാണ്. ഇനി ആർട്ടിക്കിൾ ഏതിലാണ്? ഏത് ആർട്ടിക്കിളിലാണ്? എത്ര മുതൽ എത്ര വരെ ആർട്ടിക്കിളിലാണ് ഇന്ത്യയിലും ഭരണഘടനയിലും മൗലികാവകാശം കിടക്കുന്നത്? 12 മുതൽ 35 വരെ ഭാഗത്താണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ഭാഗം 3-ലും ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഇനി ഈ മൗലിക അവകാശങ്ങളുടെ എന്തൊക്കെയാണ് വിശേഷണങ്ങൾ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്. പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? മാഗ്ന കാർട്ട അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ. ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ നമ്മുടെ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള വിശേഷണമാണ്. എവിടെ നിന്നാണ് ഈ മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഏതിൽ നിന്നാണ് മൗലികാവകാശം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. ഇനി ഈ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? നിങ്ങൾ ഒപ്പം പറഞ്ഞു വരാം. പഠിച്ചവർക്ക് റിവിഷൻ, പുതിയതായിട്ട് പഠിക്കുന്നവർ പുതിയതായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. പഠിച്ചവരൊപ്പം നിങ്ങൾ പറയണം. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? അത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഓക്കെ. ഇനി ഈ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണമുണ്ട്. എന്താണ് ഈ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഉപകരണം? ഏതാണ്? റിട്ടുകളാണ് അല്ലെ? സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ചേർന്നിട്ട് പുറപ്പെടുവിക്കുന്ന 5 തരം റിട്ടുകളുണ്ട്. അതാണ് നമ്മുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഉപകരണം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുക? റദ്ദ് ചെയ്യുന്നത് എപ്പോഴാണ്? എല്ലാ സമയത്തും മൗലികാവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ? പ്രത്യേകമായിട്ട് തന്നെ നമ്മുടെ ഭരണഘടനയിൽ സംരക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്ടമാണ് ഏത്? ഈ 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ മൗലികാവകാശം വ്യക്തികൾക്ക് എന്ത് ചെയ്യും? റദ്ദ് ചെയ്യും. അത് എപ്പോഴാണ് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. ഏതാണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ. അടിയന്തരാവസ്ഥ കാലഘട്ടം അതായത് ഇപ്പൊ നമ്മുടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റ് ഭരണമൊക്കെ നടക്കുന്ന സമയത്ത് അതൊന്നും ഇല്ലാതാക്കിയിട്ട് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഇന്ന മന്ത്രിയാണ് ഭരിക്കുന്നത്, അതൊക്കെ ഒഴിവാക്കിയിട്ട് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരും. ആ സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ റദ്ദ് ചെയ്യുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? ഏതെങ്കിലും മന്ത്രിക്കോ ഏതെങ്കിലും ലോകസഭാ നേതാവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനോ ഒക്കെ പറ്റുമോ? പറ്റില്ല. ആർക്കാണ് റദ്ദ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത്? അത് രാഷ്ട്രപതിക്കാണ് കേട്ടോ. മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. ഇനി ഈ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായി പട്ടേലാണ് കേട്ടോ. ഇനി ഈ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രമേയം പാസാക്കി. ഏത് സമ്മേളനത്തിലാണെന്നറിയോ? 1931 INCയുടെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രമേയം പാസാക്കുന്നത്. ഓക്കെ. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ്. ഇവിടെ ശ്രദ്ധിക്കണം. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രമേയം പാസാക്കുന്നത്. ഓക്കെ. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ് കേട്ടോ. സർദാർ വല്ലഭായി പട്ടേലാണ്. ഇനി നമുക്ക് ഈ മൗലികാവകാശങ്ങൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ. അത് പഠിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശമാണ്. ഈ മൗലിക
മൗലിക അവകാശം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഉപകരണമാണ് റിട്ടുകൾ. ഈ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. അത് റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് ഇത് റദ്ദു ചെയ്യാനുള്ള അധികാരം. ഈ മൗലിക അവകാശം 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കുന്നത്. അപ്പൊ ആ അധ്യക്ഷനാരായിരുന്നു, INCയുടെ അധ്യക്ഷനാരായിരുന്നു? പട്ടേലായിരുന്നു കേട്ടോ, സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് തന്നെ സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ചിലത് എന്താണ്? പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കേട്ടോ. മറ്റു ചിലത് പൗരന്മാർക്കും ഉണ്ടാകും, അതുപോലെ തന്നെ വിദേശികൾക്കും കോർപ്പറേഷനുകൾക്കും കമ്പനികൾ പോലെയുള്ള നിയമനിർമ്മിത വ്യക്തിത്വങ്ങൾക്കൊക്കെ എന്താണ്? അവകാശപ്പെട്ടതാണ് ചില മൗലികാവകാശങ്ങൾ കേട്ടോ. ചിലത് എന്താണ്? പൗരന്മാർക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ. ചിലത് പൗരന്മാർക്ക് മാത്രം, എന്നാൽ മറ്റു ചിലത് ആർക്കാണ്? പൗരന്മാർക്കും അതുപോലെ വിദേശികൾക്കും കോർപ്പറേഷനുകൾക്കും കമ്പനികൾക്കും ഒക്കെ എന്താണ്? അവകാശപ്പെട്ട ട്ടോ. ഇനി ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, നന്നായിട്ട് ശ്രദ്ധിച്ചോ, ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പരിപൂർണമോ? മൗലിക അവകാശങ്ങൾ പരിപൂർണമോ അതുപോലെ തന്നെ സമ്പൂർണമോ, പരിപൂർണമോ സമ്പൂർണമോ അനിയന്ത്രിതമോ അനിയന്ത്രിതമോ അല്ല. ഓക്കെ, അനിയന്ത്രിതമോ അല്ല, ഒരിക്കലും അത് പൂർണ്ണമായതല്ല എന്നാ പറയുന്നത് കേട്ടോ. ഒരിക്കലും പരിപൂർണമോ സമ്പൂർണമോ അനിയന്ത്രിതമോ അല്ല. കാരണം ഇത് വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ഇത് ഓരോ വ്യവസ്ഥകൾക്ക് എന്താണ്? വിധേയമാണ്, വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ഓക്കെ, ഇനി പിന്നെ ഈ അതേപോലെ തന്നെ ഇത് ഓരോരോ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. എന്താണ്? നെഗറ്റീവ്. ചിലത് കേട്ടോ, ചിലത് നെഗറ്റീവ് സ്വഭാവമാണ്. പിന്നെ വേറെതോ ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയുമാണ്. അപ്പോൾ പോസിറ്റീവ് മാത്രമാണോ? അല്ല. നെഗറ്റീവ് മാത്രമാണോ? അല്ല. ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയും, ചില മൗലിക അവകാശങ്ങൾ നെഗറ്റീവ് സ്വഭാവമുള്ളവയും ചിലത് പോസിറ്റീവ് സ്വഭാവം ഉള്ളവയും ആണ്. അതവിടെ പഠിച്ചു വെക്കണം. ഇനി അതേപോലെ തന്നെ ന്യായീകരിക്കാവുന്നതാണ്, അതായത് ന്യായവാദത്തിന് അർഹമാണ്. ന്യായീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു മൗലിക അവകാശം ആ വ്യക്തിക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ എന്ത് ചെയ്യാം? കോടതിയിൽ പോയിട്ട് അത് നേടിയെടുക്കാം. അപ്പൊ ന്യായവാദത്തിന് അർഹമാണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോയിട്ട് നീതി നേടിയെടുക്കാനാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറയാറുണ്ട് അല്ലെ, ആമുഖം മാർഗനിർദ്ദേശക തത്വങ്ങളൊന്നും ന്യായവാദത്തിന് അർഹമല്ല. അത് നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കോടതിയിൽ പോയിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോയിട്ട് അത് നേടിയെടുക്കാവുന്നതാണ്. അതാണ് ന്യായീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ന്യായവാദത്തിന് അർഹമാണ് എന്നൊരു കോഡിങ് അവിടെ പറയുന്നത്. അതവിടെ മനസ്സിലാക്കി വെച്ചോ. ഇനി 4ാമത്തെ പോയിന്റ് പഠിച്ചു വെച്ചോ. സാധാരണ നിയമം കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? പാർലമെന്റിന് തടയാൻ കഴിയുന്ന ഒന്നല്ല എന്ത്? മൗലിക അവകാശം. അതിന് എന്ത് വേണം? ഭരണഘടനാ ഭേദഗതി കൊണ്ട് മാത്രമാണ്. ഭരണഘടനാ ഭേദഗതി കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നമ്മൾ ഈ 6 മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഭേദഗതി മാറ്റം വരുത്തണമെങ്കിൽ, ഓക്കെ, 6 മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ഒന്ന് മാറ്റം വരുത്തണമെങ്കിൽ സാധാരണ നിയമം കൊണ്ടൊന്നും അതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. എന്ത് ചെയ്യണം? ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് മാത്രമാണ്, അതായത് അതിലൊരു നിയമം, ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമാണ്, ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭേദഗതി വരുത്താൻ കഴിയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശം എന്ന് പറഞ്ഞു. ഇപ്പോൾ 6 മൗലികാവകാശമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു 7ാമത്തെ മൗലികാവകാശം, ഇതിലൊരു മൗലികാവകാശം എന്ന് പറയുന്നത് സ്വത്തവകാശമായിരുന്നു. ഏതാണ്? സ്വത്തവകാശം. അത് എന്താക്കി? മൗലികാവകാശമല്ല, ഒരു നിയമ അവകാശമാണ് എന്നുള്ളത് എടുത്തു മാറ്റി. ഓക്കെ, നിയമ അവകാശമാണ്.
ഓക്കെ, അപ്പോൾ സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? മൗലിക അവകാശങ്ങളിൽ നിന്നും മാറ്റിയിട്ട് അതൊരു നിയമ അവകാശമാക്കിയിട്ട് മാറ്റി. ഓക്കെ, വേഗം പോയിട്ട് ഒരു സാധാരണ നിയമം കൊണ്ടാണോ അതിനെ കൊണ്ട് മാറ്റിയത്? വേഗം കൊണ്ടുപോയിട്ട് വേണ്ട, ഇതൊരു മൗലിക അവകാശം വേണ്ട, ഇതൊരു സാധാരണ നിയമം മതി എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, ഈ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റി നിയമാവകാശമാക്കി മാറ്റിയപ്പോഴാണ് പിന്നീട് എന്തായത്? ഇപ്പോ 6 മൗലികാവകാശമായിട്ട് മാറ്റിയത്. അപ്പൊ എങ്ങനെയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്? ഈ 7ാമത്തെ ഒരു മൗലികാവകാശം മാറ്റിയത് 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. 44ാമത്തെ ഭേദഗതിയിലൂടെ 1978 എന്ത് ചെയ്തത്? ഈ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. സാധാരണ നിയമം കൊണ്ടാണോ അവിടെ മാറ്റിയത്? അല്ല, 44ാം ഭേദഗതി കൊണ്ടുവന്ന് 78 എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും എടുത്തു മാറ്റി അതിനെ ഒരു നിയമ അവകാശമാക്കി മാറ്റുകയും പിന്നീട് ഇപ്പോൾ എന്ത് ചെയ്തു? 78 ശേഷം ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ സ്വത്തവകാശത്തിനെ എവിടെ കൊണ്ട് ചേർത്തു? സ്വത്തവകാശത്തിന് നിയമാവകാശമാക്കി മാറ്റി ഇല്ലേ? ഭരണഘടനയിൽ നിന്നിട്ട് അതിന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ആ സ്വത്തവകാശത്തിനെ എന്ത് ചെയ്തു? 12ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഏതാണ്? 12ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തി. പിന്നെ ഏത് വകുപ്പ് കൂട്ടിച്ചേർത്തു? 300A കൂട്ടിച്ചേർത്തിട്ട് അതിൽ ഉൾപ്പെടുത്തുകയും ആർട്ടിക്കിൾ 31 ഓക്കെ, ആർട്ടിക്കിൾ 31. അപ്പൊ ഇപ്പൊ സ്വത്തവകാശം കിടക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ 31, അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ 300A ആണ്. 12ാം ഭാഗത്തിലാണ് ഇപ്പൊ സ്വത്തവകാശം കിടക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് എന്ത് പറഞ്ഞത്? 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ? അതില് 12 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റിന്റെ നിർവചനമാണ്. സ്റ്റേറ്റിന്റെ എന്താണ്? നിർവചനം. സ്റ്റേറ്റിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 12 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 13 എന്താ പറഞ്ഞിരിക്കുന്നത്? ജുഡീഷ്യൽ റിവ്യൂ ആണ് കേട്ടോ. ജുഡീഷ്യൽ റിവ്യൂ ആണ്. ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതായത് ഇനി 13 ആയി അല്ലേ? ഇനി 14 എന്താണ്? 14 മുതൽ 18 വരെ എന്താണ് പറയുന്നത്? എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ്. എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ് 14 മുതൽ 18 വരെ എന്ന് പറയുന്നത്. ഇനി 19 മുതൽ 22 വരെ എന്താണ് പറയുന്നത്? 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മനസ്സിലായോ? സമത്വത്തിനുള്ള അവകാശമായി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമായി അല്ലേ? ഇനി 23ഉം 24ഉം എന്താണ് പറയുന്നത്? 23ഉം 24ഉം ചൂഷണത്തിനെതിരെയുള്ള ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ചൂഷണത്തിന് എതിരെ ഉള്ള അവകാശമാണ്. ഇനി 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇനി 29 to 30 എന്ത് വരും? സാംസ്കാരികവും വിദ്യാഭ്യാസവും അല്ലെ? സാംസ്കാരികം അതുപോലെ തന്നെ വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഏതിന് പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ഇനി 32 എന്താണ്? 32 എന്താ പറയുന്നത്? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എത്ര മൗലിക അവകാശങ്ങളായി? 1 2 3 4 5 6 കണ്ടോ? 6 മൗലികാവകാശങ്ങളായി അല്ലേ? 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശവും 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും 23 24 ചൂഷണത്തിനെതിരെ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 29 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. 32 ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശമാണ് എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? ഇനി ഈ മൗലികാവകാശങ്ങൾ ഇപ്പൊ നമ്മൾ ഈ 6 മൗലികാവകാശങ്ങൾ പറഞ്ഞു അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മാത്രമാണ് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ? അത് ആരാണ് റദ്ദ് ചെയ്യാനുള്ള അധികാരം? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് എന്ന് അത് നമ്മൾ കൂട്ടിച്ചേർത്തു.
ഇനി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും 14 മുതൽ നമ്മൾ 32 വരെ പറഞ്ഞു. ഇതിലെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല? ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലഘട്ടത്തില് എന്തിനാ 20ഉം 21ഉം ഒന്നും ചെയ്യാൻ പാടില്ല. 20ഉം 21ലും തൊട്ട് കളിക്കാൻ പാടില്ല. അതവിടെ ആ വ്യക്തിക്ക് നിലനിർത്തി കൊടുക്കുക തന്നെ വേണം. മനസ്സിലായോ? ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളിലെ വകുപ്പുകൾ ഏതൊക്കെയാണ്? 20ഉം 21ഉമാണ്. ഏതാണ്? 20ഉം 21ഉം. ഇനി നമുക്ക് 19ല് ഭേദഗതി ചെയ്യുന്നത് എപ്പോഴാണ്? 19ല് അതേപോലെ തന്നെ ഓരോരോ സാഹചര്യങ്ങളിൽ 19 റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഏതാ? 19 റദ്ദ് ചെയ്യാം. ഏത് സാഹചര്യത്തിൽ മാത്രം? ഏത്? 20ഉം 21ഉം എപ്പോഴും പറ്റില്ല. പക്ഷെ 19 റദ്ദ് ചെയ്യണമെങ്കിൽ 19ൽ എന്താ പറയുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ്. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? 19 എന്ന് പറയുന്നത്. ആ 19ല് നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ഒന്നുമില്ലെങ്കിൽ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തില്, അല്ലെങ്കിൽ വിദേശ അധിനിവേശം. കാരണം വിദേശ ആക്രമണങ്ങൾ നേരിടുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ആധിപത്യം സ്ഥാപിക്കില്ലേ? ആ വിദേശ അധിനിവേശമോ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ കഴിയില്ല. 20, 21 എന്താണ്? ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ഗവൺമെന്റിന് ആർട്ടിക്കിളും 20, 21 ഒഴിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെ 20ഉം 21ലും എന്ത് ചെയ്യാൻ പറ്റില്ല? ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല. അത് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹം അങ്ങനെയാണോ? നമ്മൾ തന്നെ TV വാർത്തകളിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ? ഓരോ മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അല്ലെ, സ്ത്രീ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസത്തിലും അല്ലെ, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നും വിവേചനം ഉണ്ട് അല്ലെ? പക്ഷെ നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് അത് ഒരിക്കലും പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 15ലാണ്. അനുച്ഛേദം 15ലാണ്. ഇതും ഏതിൽ വരുന്നതാണ്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഒരു എക്സാമിൽ തന്നെ 5 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. 15 അനുച്ഛേദം 15ലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 14 മുതൽ 18 വരെ ഏതാണ് പറഞ്ഞത്? 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം അല്ലെ? സമത്വത്തിനുള്ള അവകാശം. അതില് 14 എന്താണ് പറയുന്നത്? 14 ഇതിൽ 14 എന്ത് പറയുന്നത്? ഈ 14 മുതൽ 18 വരെ ഓരോ കാര്യത്തിലും സമത്വം വേണമെന്നാണ് പറയുന്നത്. പക്ഷെ 14, 15, 16, 17, 18 പറഞ്ഞിട്ട് എടുത്തെടുത്ത് ഓരോന്നും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നിയമത്തിന് മുന്നിൽ സമത്വം എന്നാണ് പറയുന്നത്. 14 ഏതാണ്? നിയമമാണ് പറയുന്നത്. നിയമത്തിന് മുന്നിൽ എന്ത് വേണം? സമത്വം വേണം അല്ലേ? അതായത് നിയമസമത്വം പറയുമ്പോൾ അതുണ്ടോ ഇന്ന്? നിങ്ങളൊന്ന് പറയുക. സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് അവരെ കൊണ്ട് അറസ്റ്റ് ചെയ്യും. പണമുള്ളവൻ എന്ത് ചെയ്യും? വേഗം അവിടെ നിന്ന് പറയും ഇറങ്ങി വരും. അവിടെയും നിയമം രണ്ടും രണ്ട് തരം അല്ലേ? നമ്മൾ ഓരോരുത്തർക്കും അറിയുന്നതാണ്. ഒരിക്കലും ഒരു നീതിന്യായത്തെ കുറ്റം പറയുന്നതല്ല അല്ലെ? നമ്മൾ കാണുന്നതാണ്, ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. പിന്നെ തുല്യ നിയമ സംരക്ഷണം കൊടുക്കണമെന്നും പറയുന്നുണ്ട് അല്ലെ? നിയമം അതായത് ഓരോ വ്യക്തികൾക്കും നിയമം കൊണ്ട് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആയിരിക്കും. അങ്ങനെയാണോ? VIP-കൾക്ക് ജയിലുകളിൽ നല്ല സൗകര്യമുണ്ട്. സാധാരണക്കാർക്ക് അത് കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് തുല്യ സംരക്ഷണം, നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അത് നമുക്ക് കണ്ടു തന്നെ കാണണം അല്ലെ? അറിയണം അല്ലെ? ഇനി നിയമത്തിന് മുന്നിൽ സമത്വം അല്ലെ? നിയമത്തിന് മുന്നിൽ സമത്വമാണ് ഏത് പറയുന്നത്? നിയമത്തിന് മുന്നിൽ സമത്വമാണ് 14 പറയുന്നത്. അത് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ബ്രിട്ടനിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം എന്ന് പറയുന്നത്, നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നും, നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം എന്ന് പറയുന്നത് കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ് കേട്ടോ.
അമേരിക്കയിൽ നിന്നുമാണ്. നിയമത്തിനു മുന്നിൽ സമത്വം എന്നത് ഒരു നെഗറ്റീവ് ആശയമാണ്, ഇത് ഒരു പോസിറ്റീവ് ആശയവുമാണ് കേട്ടോ. ഇത് പോസിറ്റീവ് ആശയമാണ്. ഇത്ര പഠിക്കണം. ആർട്ടിക്കിൾ 14 കുറിച്ച് പറയുന്നത് നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നതാണ്. എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 14. അതിൽ നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നും നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്. നിയമത്തിന് മുന്നിൽ സമത്വം നെഗറ്റീവ് ആശയമാണെങ്കിൽ നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആശയവും ആണ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് 15 നോക്കിയാലോ. നമുക്ക് മൗലികാവകാശങ്ങൾ കണ്ടോ? ടോപ്പിക് കഴിഞ്ഞില്ലേ? ടോപ്പിക് കണ്ടോ? പഠിച്ചു കഴിയുന്നത്. ക്വസ്റ്റ്യനും പരിചയപ്പെട്ടില്ലേ? ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് പരിചയപ്പെട്ടു. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുകയും ചെയ്തു അല്ലെ. 15 എന്താണ്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. വിവേചനം പാടില്ല, വിവേചനം പാടില്ല അല്ലെ. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം മതത്തിന്റെ പേരിലോ, അതാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. മതത്തിന്റെ പേരില്, വർഗത്തിന്റെ പേര്, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് വിവേചനങ്ങൾ നേരിടാം? നിങ്ങളൊന്ന് പറയേ. എന്തൊക്കെ പറയാം? ഇപ്പോ എന്താ പറയാ, വിനോദ സ്ഥലങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഒരു വലിയ വലിയ ഹോട്ടലുകൾ, അവിടേക്കൊക്കെ VIP-കൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം അല്ലേ. വലിയ വലിയ ഹോട്ടലാകുമ്പോൾ സാധാരണക്കാർ പോകുമ്പോൾ അവർക്കൊരു പുച്ഛമായിരുന്നു. അതൊന്നും പാടില്ല എന്ന് പറയേണ്ട. അതുപോലെ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് നമ്മൾ അതും ഇവിടെ പറയുന്നുണ്ട് അല്ലേ. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്, അവർ സ്ത്രീയാണ് എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ അതിനെ ഒരിക്കലും ഇതിൽ നിന്ന് നെഗറ്റീവായിട്ട് കാണാൻ പാടില്ല. അതാണ് നമ്മൾ പറയുന്നത്. ചിലത് നെഗറ്റീവ് ആശയം, പോസിറ്റീവ് ആശയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ സ്ത്രീകൾ, കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഇത് കൊടുക്കുന്നത് അതൊരു നെഗറ്റീവ് അല്ല, അതൊരു ശരിയായിട്ടുള്ള രീതിയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പട്ടികജാതി, പട്ടികവർഗക്കാരാണെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വിവേചനം കൊടുക്കുന്നുണ്ട് അല്ലേ, അത് പാടില്ല. അവർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അവർ SC കാസ്റ്റ് ആണ്, ST കാസ്റ്റ് ആണ്, അവർക്ക് ഇത്ര ശതമാനം ആനുകൂല്യം, അതും ഒരിക്കലും തെറ്റായിട്ട് കാണാൻ പാടില്ല. അതൊരു എന്താണ്, പോസിറ്റീവ് ആശയമാണെന്നും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് 15 കഴിഞ്ഞു. ഇനി 16 എന്താണ്? 16 എന്താണ്? അവസര സമത്വം. 16 അവസര സമത്വം. എന്താണ് അവസര സമത്വം? പൊതു നിയമനങ്ങളില് അവസര സമത്വം അല്ലേ. തുല്യ പദവി കൊടുക്കണം, പിന്നെ എല്ലാ വിഭാഗക്കാർക്കും എന്ത് ചെയ്യണം, തുല്യ അവസരങ്ങൾ കൊടുക്കണം. കൊടുക്കുന്നുണ്ടോ? ആവോ അല്ലെ. 16 അതാണ് പറയുന്നത്. 17 എന്താ പറയുന്നത്? അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനം. മഹാത്മാഗാന്ധിയിലെ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഇന്ത്യൻ ഭരണഘടനയിൽ രൂപം കൊണ്ട ഒരു ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അതുപോലെ തന്നെ അസ്പൃശ്യത നിരോധന വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളും ഏതാണ്? മഹാത്മാഗാന്ധി കി ജയ്. മഹാത്മാഗാന്ധി കി ജയ്. അതുപോലെ അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളും 17 ആണ്. ഇനി 18 എന്താണ്? ആർട്ടിക്കിൾ 18 എന്താണ്? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക അല്ലെ. സ്ഥാനപ്പേര് നിർത്തലാക്കുക. തലക്കെട്ടുകളില്ലേ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. അതായത് ഒരു സൈനിക ബഹുമതി, മേജർ എന്ന് പറയും അല്ലെ. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു കേട്ടോ. അതായത് സൈനികപരമായിട്ടുള്ള പേരുകൾ കൂട്ടിച്ചേർക്കാം ഒരു വ്യക്തിയുടെ പേരില്, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇതും എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. പക്ഷേ വിദേശത്ത് നിന്ന് നേടുന്ന ഒരു ബഹുമതികളോ അതുപോലെ തന്നെ ഇന്ത്യൻ പൗരൻ എന്ത് ചെയ്യാൻ പാടില്ല, തൻ്റെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. വിദേശത്ത് നിന്നും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വിദേശത്ത് നിന്നും ഒരു ബഹുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ആ ബഹുമതി നമ്മുടെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ വിദേശത്ത് നിന്നും ഒരു പുരസ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉന്നത പദവികളൊക്കെ നമ്മൾ വിദേശത്ത് നിന്ന് നേടുന്നുണ്ടെങ്കിൽ നമുക്കത് നേടണമെങ്കിൽ എന്താണ്, നമ്മുടെ പ്രസിഡന്റിന്റെ അനുവാദമില്ലാതെ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുവാദമില്ലാതെ നമുക്കതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ സ്ഥാനപ്പേരുകളും ബഹുമതികളൊന്നും നേടാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ 18 കഴിഞ്ഞു. 19 മുതൽ 22 വരെ കേട്ടോ. 19 മുതൽ 22 വരെ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതില് 19 എന്താണ്? 19 എന്താണ്? ഈ
ഇവിടെ ശ്രദ്ധിക്കണേ, 14 to 18 നമ്മൾ പറഞ്ഞു സമത്വത്തിനുള്ള അവകാശം. അതിൽ 14 എന്താണ്, 15 എന്താണ്, 16 എന്താണ്, 17 എന്താണ്, 18 എന്താണെന്ന് പഠിച്ചു. ഇനി 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അല്ലെ. 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് പറയുന്നു, ആർട്ടിക്കിൾ 19 പറയുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ 19 റദ്ദ് ചെയ്യാൻ പറഞ്ഞു അല്ലെ. അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 358 പ്രകാരമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ, യുദ്ധമോ അധിനിവേശമോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ അത് 358 ആണ് കേട്ടോ. ഏതാണ്? 358. മറക്കരുത്, ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ആർട്ടിക്കിൾ 20 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 20 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. എന്താണ്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. ഓക്കെ. ഇനി അതായത് ഒരു വ്യക്തിയെ എന്താണ് ഏതെങ്കിലും ഒരു കുറ്റത്തിന് ശിക്ഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ സമയത്ത് എന്താണോ, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ നിയമം നിലവിലുള്ളത് അത് പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുറ്റങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുള്ളൂ. പിന്നീട് എന്തെങ്കിലും ഇപ്പൊ ഇന്ന് അറസ്റ്റ് ചെയ്തു വെച്ചോ, ഇന്ന് എന്താണോ നിയമമുള്ളത് അതേ അദ്ദേഹത്തിന് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇനിയിപ്പോ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് കുറ്റങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ 5 വർഷം എന്നുള്ളത് 10 വർഷം ആക്കുകയാണെങ്കിൽ ആ 10 വർഷം അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല. അദ്ദേഹത്തിനെ എന്ന് അറസ്റ്റ് ചെയ്യുന്നോ അന്ന് എന്താണോ നിയമം അതാണ് അവിടെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ 20 കഴിഞ്ഞു. 21 എന്താണ്? 21 എന്താണ്? അതായത് ആർട്ടിക്കിൾ 21മായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വകുപ്പാണ്. ഏത് ആർട്ടിക്കിളാണ് ഇത്? 20ഉം 21ഉം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ 21A നമുക്കറിയാം എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും വിദ്യാഭ്യാസവും നൽകണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് അല്ലെ. 21A എന്ന് പറയുന്നത് 86ാം ഭേദഗതിയോട് കൂടിയിട്ട് 2002 വന്നതാണ് 21A എന്ന് പറയുന്നത്. ഇനി 22 എന്താണ്? 22 എന്താണ്? കരുതൽ തടങ്കൽ അല്ലെ. കരുതൽ തടങ്കൽ. 22 കരുതൽ തടങ്കൽ. 23 എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അല്ലെ. ചൂഷണം അല്ലെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 24 ബാലവേല നിരോധനം. ബാലവേല നിരോധനം. ഓക്കെ. ഇനി 25 എന്താണ്? 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം അല്ലെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇനി 28 കഴിഞ്ഞു. നമുക്കിനി 29 എന്താണ്? 29 to 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് 29 മുതൽ 30. ഇത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ന്യൂനപക്ഷ സമുദായം കേട്ടോ. ന്യൂനപക്ഷ പദവിയെ മാത്രം ആശ്രയിച്ചിട്ട് എന്താണ്? പദവി മതത്തെ മാത്രം എന്താണ് ആശ്രയിച്ചിട്ടുള്ളതല്ല, ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട് കേട്ടോ. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കണം. ഈ പോയിന്റ് തന്നെ എപ്പോഴും എടുത്തു ചോദിക്കും. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് 29ഉം 30ഉം എന്ന് പറയുന്നത് കേട്ടോ. 29ഉം 30ഉം. ഇനി ഈ 30 ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 30 ശ്രദ്ധിക്കണം. ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കില്ലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആരംഭിക്കുന്നതും നടത്തുന്നതിനും ഒക്കെ ഉള്ള അവകാശമാണ് 30 പറയുന്നത് കേട്ടോ. അതേപോലെ 29 എന്താണ്? ഭാഷ, ലിപി അതുപോലെ സംസ്കാരം ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭാഷ,
ഭാഷ, ലിപി, സംസ്കാരമാണ് 29, 30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേട്ടോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പൊ ഇതാണ് നമുക്ക് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. കാരണം നിയമിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്, രാജിക്കത്ത് സമർപ്പിക്കുന്നതും കേന്ദ്ര സർക്കാരിനാണ്, നീക്കം ചെയ്യുന്നതും ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് കേട്ടോ. 3 പേര് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. 1990 കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം രൂപം കൊണ്ടതാണ് 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമം അനുസരിച്ച് 92 ജനുവരി 31 നിലവിൽ വന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഇത് നിയമം മൂലം രൂപം കൊണ്ടത് കൊണ്ട് തന്നെ ഇത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, സ്റ്റാറ്റ്യൂട്ടറി ഒരു ബോഡിയാണ്. എന്താണ്? നിയമത്തിലൂടെ രൂപം കൊണ്ട ഒരു ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് കേട്ടോ. നിയമം മൂലം രൂപം കൊണ്ട സ്ഥാപനങ്ങളെ എന്തു പറയും? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നു കേട്ടോ. 92 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ. ശ്രദ്ധിക്കണം, ഈ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തില് എത്ര അധ്യായങ്ങളാണ്? 5 അധ്യായങ്ങളാണ്. അതിൽ രണ്ടാമത്തെ ഏതാണ്? ശ്രദ്ധിക്കുക, 2ാമത്തെ അധ്യായത്തിലാണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? അധ്യായം 2ലാണ് കേട്ടോ. അധ്യായങ്ങള് 5 മൊത്തം എത്ര അധ്യായങ്ങള്? 5 അധ്യായങ്ങള്. അതിൽ 2ാമത്തെ അധ്യായത്തിലാണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 3ാമത്തെ അധ്യായത്തില് ഇവരുടെ ചുമതലകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ 4ാമത്തെ അധ്യായത്തിലാണ് ധനകാര്യങ്ങളും അക്കൗണ്ടുകളും ഓഡിറ്റും ഒക്കെ പറയുന്നത് കേട്ടോ. അക്കൗണ്ടും ഓഡിറ്റും ഒക്കെ പറയുന്നത് ഏതിലാണ്? 4ലാണ് കേട്ടോ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏത് എന്ന് ചോദിച്ചാൽ അധ്യായം 2ആണ്. ഇനി ഇതിൽ എത്ര സെക്ഷനുകൾ ഉണ്ട്? ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തില് എത്ര സെക്ഷനുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 17 സെക്ഷനാണ് കേട്ടോ. എത്ര സെക്ഷനാണ്? 17 സെക്ഷനാണ്. അപ്പൊ ഈ സെക്ഷൻ 17 എണ്ണം ഉണ്ട്. അതിൽ 3 മുതൽ 9 വരെ കേട്ടോ, 3 മുതൽ 9 വരെ സെക്ഷനിലാണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് 3 മുതൽ 9 വരെ സെക്ഷനിലാണ് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കണം. ആസ്ഥാനം എവിടെയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവൻ, നിർഭയ ഭവൻ ന്യൂഡൽഹി. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ, വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമം അനുസരിച്ച് രൂപം കൊണ്ടതാണ് 1992 ജനുവരി 31 രൂപം കൊണ്ട ദേശീയ വനിതാ കമ്മീഷൻ. നിയമം മൂലം രൂപം കൊണ്ടത് കൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അധ്യായങ്ങൾ 5 എണ്ണമാണ്, സെക്ഷനുകൾ 17 എണ്ണമാണ്. 2ാമത്തെ അധ്യായത്തിലാണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 17 എണ്ണം ഉണ്ട്. അതിൽ 3 മുതൽ 9 വരെ സെക്ഷനിലാണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കിക്കോ, അവിടെ മനസ്സിലായല്ലോ. ഇനി നമ്മുടെ
ദേശീയ വനിതാ കമ്മീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നാമനിർദ്ദേശം ചെയ്യുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്, നിയമിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്, രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്, നീക്കം ചെയ്യുന്നതും കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇനി പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലേ? ഓരോ വർഷവും എന്ത് ചെയ്യണം? വാർഷിക റിപ്പോർട്ട് കൊടുക്കണം അല്ലേ? വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ് വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കുന്നത്. ഇനി ഇവരുടെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. എത്ര അംഗങ്ങളാണുള്ളത്? ഒരു ചെയർപേഴ്സൺ പിന്നെ ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി കേട്ടോ. ഒരു മെമ്പർ സെക്രട്ടറി. ഓക്കെ, അപ്പൊ എത്ര പേരായി? 7 പേരാണ് അല്ലേ? 5, 6, 7. ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. ഇപ്പൊ നമ്മൾ പറഞ്ഞു 5 അംഗങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ? 5 അംഗങ്ങൾ, അതേ ഒരു ചെയർപേഴ്സൺ അല്ലേ? ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. ഓക്കെ, ഒരു മെമ്പർ സെക്രട്ടറി. ഇതില് ഈ 5 അംഗങ്ങൾ എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ 5 അംഗങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. എങ്ങനെയുള്ളവരായിരിക്കണം ഈ 5 അംഗങ്ങൾ എന്ന് പറയുന്നത്? നിയമത്തിലും നിയമനിർമ്മാണത്തിലും അതുപോലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതേപോലെയുള്ളതിലും സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിബദ്ധതയുള്ള ഒരു വ്യവസായത്തിന്റെയോ സംഘടനയുടെയോ നടത്തിപ്പിലോ സ്ത്രീകളുടെ സന്നദ്ധ സംഘടനകളില് അതുപോലെ തന്നെ ഭരണം, സാമ്പത്തിക വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമം എന്നീ രംഗങ്ങളിലൊക്കെ നല്ല പരിചയമുള്ളവരും നല്ല സ്വഭാവശുദ്ധിയും വ്യക്തിത്വവും ഒക്കെയുള്ള ആളുകാരായിരിക്കും ഈ 5 അംഗങ്ങൾ എന്ന് പറയുന്നത്. 5 അംഗങ്ങളിൽ ഒരാള് SC വിഭാഗം ആയിരിക്കണം, ഒരാള് ST വിഭാഗം ആയിരിക്കണം. അതെന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര സർക്കാർ ഇത് എടുത്തു പറയുന്നുണ്ട്. പിന്നെ മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ അതുപോലെ ഒരു മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്, ഈ മെമ്പർ സെക്രട്ടറി എന്താണ് ഇദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത്? നമ്മുടെ ഭരണത്തിന്റെ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിന്റെ സാമൂഹ്യ ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ഒക്കെ രംഗത്ത് നല്ല വിദഗ്ധനായിരിക്കണം. അതുപോലെ തന്നെ യൂണിയൻ സിവിൽ സർവീസിലോ അല്ലെങ്കിൽ ഒരു അഖിലേന്ത്യാ സർവീസിലോ അംഗമായിരിക്കുകയോ ഒരു സിവിൽ തസ്തികയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരിക്കണം. അതായത് അദ്ദേഹം ഒരു സിവിൽ ഉദ്യോഗസ്ഥനായിരിക്കണം ഒരു മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ആരാണ്? ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഇപ്പൊ 92 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നു പറഞ്ഞു. ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ആരാണ്? ഉമാപിള്ളയാണ് കേട്ടോ. ആരാണ്? ഉമാപിള്ള. ഇനി 18ാമത്തെ വ്യക്തി ആരാന്നറിയോ? ഇപ്പൊ 18ാമത്തെ വ്യക്തി ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറി മിഥ രാജീവ് ലോചൻ. ഓക്കെ, അയ്യോ, മിഥ രാജീവ് ലോചൻ ആണ് കേട്ടോ. ഇനി നമ്മൾ വനിതാ കമ്മീഷൻ പറഞ്ഞു. ആദ്യത്തെ വനിതാ കമ്മീഷൻ ആരാണ്? വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചതിൽ ആദ്യത്തേത് ആരാണ്? ജയന്തി പട്നായിക്. രണ്ടാമത്തെ ആളാരാണ്? രണ്ടാമത്തത് മോഹിനിഗിരിയാണ്. ആരാണ്? മോഹിനിഗിരി. രണ്ടാമത്തത് മോഹിനിഗിരി. മൂന്നാമത്തത് ആരാണ്? ബിഭ പാർത്ഥസാരഥി കേട്ടോ. ബിഭ പാർത്ഥസാരഥി. 4 പൂർണിമ അദ്വാനി. ഞാൻ ഈ പേരുകൾ തരാൻ കാരണം ചില എക്സാമുകളിലേക്ക് ഉണ്ടല്ലോ എന്ത് ചെയ്യും, ഈ ഒരു 4-5 പേര് തന്നിട്ട് താഴെ തന്നിട്ടുള്ളതിൽ കമ്മീഷനിൽ ഉൾപ്പെടാത്ത അംഗം ആരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താകും? അവിടെ ഒന്ന് പതറില്ലേ? അപ്പൊ അത് പതറണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണാപ്പാഠം പഠിക്കാനില്ല. ആദ്യത്തെ ആളിനെ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷെ തരുമ്പോൾ ഒരു 4 പ്രാവശ്യം നമ്മൾ വായിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താകും? നമുക്ക് പേര് കാണുമ്പോൾ അയ്യോ ഞാൻ ഇത് വായിച്ചതാണല്ലോ എന്നുള്ളൊരു ഓർമ്മ വരും അല്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി പൂർണിമ അദ്വാനി. അഞ്ചാമത്തെ ആളാരാണ്? ഗിരിജ വ്യാസ് കേട്ടോ. ആരാണ്? ഗിരിജ വ്യാസ്. പിന്നെ മമത ശർമ്മ. ലളിത കുമാരമംഗലം. 6, 7 ലളിത കുമാരമംഗലം. 8 രേഖ ശർമ്മ. പിന്നെ ഇപ്പൊ ആരാണ്? ഇപ്പൊ കറണ്ട് അഫയറില് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രാഹത്കർ ട്ടോ. വിജയ കിഷോർ
റാഹത്കർ എത്രാമത്തെ ആളാണ്? 9ാമത്തെ ആളാണ് കേട്ടോ. ഇനി ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ, ചെയർപേഴ്സൺ അല്ല കേട്ടോ, അംഗമായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ആരാണ്? അലോക് റാവത്ത് ആണ് കേട്ടോ. അലോക് റാവത്ത് ഒരു പുരുഷൻ ഉണ്ടായിരുന്നു ദേശീയ വനിതാ കമ്മീഷനിൽ. അംഗമായ പുരുഷാംഗം ആരെന്ന് ചോദിച്ചാൽ അത് അലോക് റാവത്ത് ആണ് കേട്ടോ. അലോക് റാവത്ത് മറക്കരുത്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര പേര് തന്നു? വനിതാ കമ്മീഷനിലെ കുറെ പേരുകൾ നമ്മൾ 8 പഠിച്ചു. ഇപ്പോഴത്തെ കറണ്ട് അഫെയറിൽ ആരാണെന്ന് 9ാമത്തെ ആളായിരുന്നു പഠിച്ചു. ഞാൻ ഇതിൽ ഓർത്തത് എന്താണ്, 3/4 പേരുടെ പേരും സിനിമാ നടികളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം മോഹിനി, ഫസ്റ്റത്തെ നമുക്ക് എന്താ അറിയാം, ജയന്തി പട്നായിക്ക്, നമ്മളത് എപ്പോഴും പഠിക്കാറുള്ളതാണ്. ഓക്കെ, നോക്കിക്കേ, മോഹിനി, സിനിമാ നടി മോഹിനി കേട്ടിട്ടില്ലേ? പിന്നെ വിഭ പാർത്ഥസാരഥി, അതൊരു പ്രത്യേകതരം പേരാണ് അല്ലെ, വിഭ പാർത്ഥസാരഥി. പിന്നെ പൂർണിമ, നമുക്കറിയാം ഇന്ദ്രജിത്തിന്റെ വൈഫ്, ഒന്ന്. പിന്നെ ഗിരിജ വ്യാസ്, ഗിരിജ നമുക്ക് പഴയകാല നടിനെ അറിയോ? ഗിരിജ, ഏതാ സിനിമ, ഏതാണ്, തങ്കത്തോണി തെന്മലയോർ, ആ ഒരു സിനിമ ഏതാണ്? അതാണ് തോന്നുന്നു. അല്ല അവളാണ്, അല്ല അവളല്ല, അതല്ല സോറി, നടി ഗിരിജ, ഒരു നടിയുണ്ട്. പിന്നെ മമത നമുക്കറിയാം. പിന്നെ KPC ലളിത, പിന്നെ രേഖ, പഴയ നമ്മുടെ മോഹൻലാലിന്റെ കൂടെ ഏയോട്ടോ അല്ലേ, അതിലെ രേഖ, കണ്ടോ? ഒക്കെ സിനിമ, ഞാൻ ഇങ്ങനെയാണ് ഓർത്തത് കേട്ടോ. ഇത്രയും സിനിമ നടികളുടെ പേരുണ്ട് കണ്ടോ. നമ്മളിപ്പോൾ 1 പഠിച്ചു, 2 പഠിച്ചു, 3, 4, 5, 6 പേര് നമ്മൾ പഠിച്ചു അല്ലേ, കണ്ടോ? അങ്ങനെ പിന്നെ എക്സ്ട്രാ നല്ലൊരു പേരില്ലേ, വിഭ പാർത്ഥസാരഥി, കണ്ടോ? അങ്ങനെ ഒരു ഓർഡർ ആയിട്ട് നിങ്ങളൊന്ന് ഇതൊന്നും പേരുകളൊക്കെ, ഇവരുടെ പേരുകളൊന്നും മനസ്സിലാക്കുണ്ടാകും. ഇതിനാണ് കാണാപ്പാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോഴത്തെ പഠിക്കണേ വിജയ് കിഷോർ രാഹത്കർ കേട്ടോ. വിജയ് കിഷോർ രാഹത്കർ കേട്ടോ. ഇനി ഇവരെ നീക്കം ചെയ്യാം അല്ലെ. ആരാണ് നീക്കം ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ് അല്ലെ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇവരെ നീക്കം ചെയ്യുക? ഏതൊക്കെ സന്ദർഭങ്ങളാണ്? വേഗം തോന്നിയതുപോലെ ചെയ്യാൻ പറ്റുമോ? ഇവരെ കൊണ്ടുപോയിട്ട് നീക്കം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അംഗങ്ങളെയും പുറത്ത്, ചെയർപേഴ്സണെയും അംഗങ്ങളെയൊക്കെ പുറത്താക്കണമെങ്കിൽ എന്താണ്, അവരൊരു സദാചാര വിരുദ്ധ കുറ്റത്തിൽ ഏർപ്പെടുക, അതുപോലെ അവധിക്ക് അനുവാദമില്ലാതെ തന്നെ കമ്മീഷന്റെ തുടർച്ചയായിട്ടുള്ള 3 യോഗങ്ങളിൽ ഇവര് പങ്കെടുക്കാതിരുന്നാൽ എന്താകും? ഇവര് അയോഗ്യരാകും. ഇപ്പോൾ ലീവ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. കമ്മീഷനിൽ നിന്നും അനുവാദം ഇല്ലാതെ തുടർച്ചയായിട്ട് 3 യോഗങ്ങളിൽ ഇവർ പങ്കെടുക്കാതിരുന്നാൽ ഇവരെ എന്ത് ചെയ്യും? അയോഗ്യരാക്കും കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാതിരിക്കുക, ഞാൻ പ്രവർത്തിക്കില്ല എന്ന് വിസമ്മതം അറിയിക്കുക, അതൊക്കെ ചെയ്താൽ ഇവരെ ഒഴിവാക്കും. പിന്നെ മാനസിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അവരെ ഒഴിവാക്കും കേട്ടോ. പിന്നെ പൊതുജനങ്ങൾ പറയാണ്, പൊതു താല്പര്യം നോക്കും, അവര് അത്രയ്ക്ക് പോരാ എന്ന് കാണണമെങ്കിൽ ആ സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യും? ഇവരെ ഒഴിവാക്കും കേട്ടോ. അതൊക്കെ എന്താണ്, അവരുടെ ഒഴിവാക്കൽ രീതികളാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ് കേട്ടോ. ഇനി ഈ വാർഷിക റിപ്പോർട്ട് ലഭിക്കുമല്ലോ. വാർഷിക റിപ്പോർട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ വാർഷിക റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ 2 സഭകളിലും സമർപ്പിക്കണം. ഒരു സഭയിൽ മാത്രം പോരാ. ഇപ്പൊ ലോകസഭയിൽ സമർപ്പിച്ചു, പോരാ, ലോകസഭയിലും സമർപ്പിക്കണം, രാജ്യസഭയിലും എന്ത് ചെയ്യണം? സമർപ്പിക്കണം കേട്ടോ. ഇനി ഈ റിപ്പോർട്ടുകൾ ഏതെങ്കിലും എന്താണ്, ഇപ്പോൾ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഗവൺമെന്റിനെതിരെ എന്താണ്, സംസ്ഥാന സർക്കാരിനെതിരെയാണല്ലോ സമർപ്പിക്കുക. ഓരോ സംസ്ഥാനത്തും ഓരോ കമ്മീഷനിലെ മൊത്തമായിട്ട് പറയും ഇന്ന സംസ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമ്മീഷൻ എന്ത് ചെയ്യും? ആ റിപ്പോർട്ട് പ്രസ്തുത ഭാഗമോ സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഇപ്പോൾ റിപ്പോർട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് ഉണ്ടല്ലോ, ഈ കേരള ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാണ്ട് കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം പറഞ്ഞിട്ടല്ല അറിയേണ്ടത്. അതിന് മുമ്പ് തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്യണം? റിപ്പോർട്ട് അവരുടേതായി ബന്ധപ്പെട്ട ഒരു കോപ്പി എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം? വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ രീതി മതിയോ? ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ബാലൻസ് ഇനിയും ഉണ്ട്. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. കണ്ടോ, നമ്മൾ 2 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ 86ാം ഭേദഗതി പഠിച്ചു, നമ്മൾ ഗ്രാമസഭ പഠിച്ചു, കേരള സംസ്ഥാനത്തെ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് പഠിച്ചു, മൗലിക അവകാശത്തെ കുറിച്ച് പഠിച്ചു, ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പഠിച്ചു. കണ്ടോ, പോയിന്റുകൾ പോയത് കണ്ടോ? ഇങ്ങനെ നമുക്ക് വേഗം പഠിച്ചു പോകാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.